അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ ഈസാ നബിയും യഹൂദയും കൂടിയുള്ള രസകരമായിട്ടുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ എപ്പിസോഡിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കുന്നത്. കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ച. ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ വടി, ആ ദിവ്യത ഉള്ള വടി, ആ അത്ഭുത വടി കട്ടെടുത്തുകൊണ്ട് സ്ഥലം വിട്ടു. ആര്? യഹൂദ. നേരത്തെ പറഞ്ഞല്ലോ, അവൻ ചെന്നെത്തിയത് ഒരു കൊട്ടാരത്തിലാണ്. കൊട്ടാരത്തിൽ അവന് സുഖമില്ലാതെ കിടക്കുന്ന രാജാവിനെ സുഖക്കേട് മാറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു. അടിയുടെ ആഘാതത്തിൽ രാജാവ് മരിച്ചപ്പോൾ മറ്റെല്ലാവരും കൂടി അവനെ തടങ്കലിലാക്കി കൊല്ലാനുള്ള തീരുമാനത്തിലായി. പക്ഷേ എന്നാലും എങ്ങനെയും ഈ ജീവൻ തിരിച്ചു കിട്ടണമല്ലോ രാജാവിൻ്റെ, അതായിരുന്നു അവരുടെ ചിന്ത. അവനെ നന്നായിട്ട് പെരുമാറി അവർ ഒരു തടങ്കലിലാക്കി. രാജാവ് മരിക്കും ചെയ്തു. ഈ സമയത്താണ് യഹൂദയെ തെരഞ്ഞുകൊണ്ട് ഈസാ നബി കൊട്ടാരത്തിലെത്തുന്നത്. കൊട്ടാരത്തിലെത്തിയ ഈസാ നബി ചോദിച്ചു, എന്താ ഇവൻ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്തു, ഈ വടി കൊണ്ട് ഇവനെ അടിച്ചു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് വടി വാങ്ങി, എന്നിട്ട് ഇവരോട് പറഞ്ഞു, രാജാവിൻ്റെ ജീവനല്ലേ നിങ്ങൾക്ക് വേണ്ടത്? അതെ, എനിക്ക് വേണ്ടത് ഇവൻ്റെ ജീവനാണ്. അതുകൊണ്ട് ഇവൻ്റെ ജീവന് നിങ്ങൾ എടുക്കണ്ട, ഇവൻ എനിക്ക് തന്നേക്കോ, രാജാവിൻ്റെ ജീവൻ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാം ആ വടി കൊണ്ട് രാജാവിനെ ഒന്ന് തടവി. ഉടനെ തന്നെ രാജാവ് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്ന പോലെ മരണത്തിൽ നിന്നും എണീറ്റു. ഇത് പറയുമ്പോൾ തള്ളാണെന്ന് തോന്നിപ്പോവും അല്ലേ? ഇവിടെ ഒരുപാട് നമ്മുടെ മീഡിയകളിലൊക്കെ കേട്ടിട്ടുണ്ട്, മരിച്ചിട്ട് തിരിച്ചു വന്നവർ, മരണത്തിനെ മുന്നിൽ കണ്ട് തിരിച്ചു വന്നവർ, മരിച്ചിട്ട് തിരിച്ചു വന്നവർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? എന്നാൽ മക്കളെ, ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യൻ മരിച്ചാൽ പിന്നെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. അതാണ് സത്യം. പിന്നെ ഈ സംഭവിച്ചത് എന്താ? ഇതൊരു പ്രവാചകൻ്റെ മോചിസത്താണ് സംഭവിച്ചത്. അവിടെയാണ് നമ്മുടെ കളി. അതായത് അള്ളാഹുവുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ദൈവമായിട്ട് ബന്ധമുള്ള മനുഷ്യർക്ക് പല കഴിവുകളും അള്ളാഹു കൊടുക്കും. അതിലൊരു കഴിവാണ് മരിച്ചു എന്ന് സാധാരണക്കാർ വിചാരിച്ച ആൾ മരിച്ചിട്ടില്ല എന്ന് തിരിച്ചറിയുന്നത്. കാരണം അവർക്കതിൻ്റെ ഒരു ദിവ്യജ്ഞാനമുണ്ട്. മനസ്സിൽ അവർക്ക് തോന്നുന്നു, ഇദ്ദേഹം മരിച്ചിട്ടില്ലല്ലോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ജിന്നുകളും മലക്കുകളൊക്കെ ഉണ്ടല്ലോ, അവർ ഇവരുടെ കാതിൽ വന്ന് പറയുകയാണ്, അയാൾ മരിച്ചിട്ടില്ല. പിന്നെന്താ, മയ്യത്ത് പോലെയല്ലേ കിടക്കുന്നത്? അതെ. ഇത് കണ്ടുപിടിക്കാൻ ശാസ്ത്രജ്ഞനോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർക്കോ സാധിച്ചില്ല എന്നതാണ് സത്യം. നമ്മളിതൊക്കെ താൽക്കാലിക ശാസ്ത്രമല്ലേ നമ്മളെ കയ്യിലുള്ളത്. ദൈവത്തിൻ്റെ ശാസ്ത്രം അതല്ല, ശാശ്വതമായ ശാസ്ത്രമാണ്. ദൈവം കൈവച്ചതൊക്കെ കൈവച്ചതാ, പിന്നെ അത് മാറ്റി തിരുത്തലില്ല. അങ്ങനെയാണ്. അപ്പോൾ എന്താ പറയുന്നത്, ഈ മരിച്ചവർ തിരിച്ചു വരില്ല എന്ന് പറയാൻ കാരണം, മരണത്തിൻ്റെ ആ വക്കിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതൊക്കെ രഹസ്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ഇവിടെ പറയും. അത് പറയാനുള്ള അവസരം അവനക്ക് കൊടുക്കൂല അല്ലാഹു തആല. ഒരു പെണ്ണ് ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നിട്ട് കുറേ രഹസ്യങ്ങൾ പറയാമെന്നും പറഞ്ഞുകൊണ്ടാണ് അവൾ തിരിച്ചു വന്നത്. പക്ഷെ അതൊക്കെ എന്തായി? ചാമ്പലായിപ്പോയ ചരിത്രം നമ്മൾ കണ്ടതല്ലേ ഈ കാലഘട്ടത്തിൽ, ഈ 21-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചതല്ലേ അത്. അതെ. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നിഷേധിക്കുന്നത്? നിഷേധിക്കണ്ട, പക്ഷേ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. അങ്ങനെയാണ്. അപ്പോൾ മരിച്ചവർ തിരിച്ചു വരൂല എന്നത് സത്യമാണ്. എന്നാൽ കാണിക്കുന്നത് മോജിസത്തുകളാണ്, അതുപോലെ കറാമത്തുകളാണ്, അത്ഭുതങ്ങളാണ്. അപ്പോൾ തിരിച്ചറിയാൻ സാധിക്കും. ആർക്ക്? ദിവ്യജ്ഞാനമുള്ളവർക്ക് പലതും തിരിച്ചറിയാൻ സാധിക്കും. അത് ശാസ്ത്രത്തിന് സാധിക്കൂല എന്നുള്ളത് സത്യമാണ്, പരമാർത്ഥമാണ്. ഏതായാലും ഈസാ നബി അലൈഹി സ്വലാം അദ്ദേഹത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ചല്ലോ. അദ്ദേഹത്തിന് ജീവൻ നൽകി, ഇവനക്ക് മോചനം നൽകി, ഇവനെ കൊണ്ടുപോയി. ഇവനുമായിട്ട് ഈസാ നബി അലൈഹി സ്വലാം അങ്ങനെ പോവുകയാണ്. ആ പോക്കിൽ അവർ എത്തിപ്പെട്ടത് വേറൊരു ഭൂമിയിലാണ്, ഒരു വിജനമായ പ്രദേശത്താണ്. ആ പ്രദേശത്തെത്തിയപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തു? കുറച്ച് മൺകൂനകൾ ഉണ്ടാക്കി. ആ മൺകൂനകൾ ഉണ്ടാക്കിയിട്ട് 3 മൺകൂനകളാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് ഈസാ നബി അലൈഹി സ്വലാം അതിനോട് ഖും എന്ന് കൽപ്പിച്ചു. ഉടനെ തന്നെ അത് സ്വർണ്ണമായി മാറി. സ്വർണ്ണമാകാൻ കൽപ്പിച്ചപ്പോൾ അത് സ്വർണ്ണമായി മാറി. അങ്ങനെ ആ സ്വർണ്ണക്കൂനകൾ കണ്ടപ്പോൾ നമ്മുടെ യഹൂദക്ക് വല്ലാത്തൊരു ആകാംക്ഷ. യഹൂദ ചോദിച്ചു, എന്തിനാ ഈ സ്വർണ്ണക്കൂനകൾ നമുക്ക് വീതിച്ചെടുത്തുകൂടെ എന്ന് ചോദിച്ചു. അതെ, വീതിച്ചെടുക്കാം. എന്തിനാ 3 മൺകൂനകൾ? ആർക്കാണ് 3ാമത്തെ കൂന സ്വർണ്ണക്കൂന എന്ന് ചോദിച്ചു.
ഉടനെ തന്നെ ഈസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, ഒന്ന് അനക്കും ഒന്ന് എനിക്കും, മൂന്നാമത്തത് റൊട്ടി തിന്ന ആൾക്കുമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ഈസ ആകെ വെമ്പൽ കൊണ്ടു. ഇത് പറഞ്ഞില്ലെങ്കിൽ, ഇനി സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ സ്വർണം നഷ്ടപ്പെടും, ഉടനെ തന്നെ ഇത് പറയണം. എൻ്റെ മനസ്സാകെ വെമ്പൽ കൊണ്ടു. ഉടനെ തന്നെ രഹസ്യം തുറന്നു പറഞ്ഞു. ഇതാണ് നമ്മുടെ ചില സ്ത്രീകൾക്ക് പറ്റുന്നൊരു തെറ്റുണ്ട്. അതെന്താണെന്നറിയോ? സ്ത്രീകൾ ചില തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ചെയ്താൽ എല്ലാതും നമ്മുടെ ഭർത്താവിനോട് തുറന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോൾ അവൾ പഴയ കഥകളൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയാൻ തുടങ്ങുന്ന കൂട്ടത്തിൽ അവൾക്കുണ്ടായ പ്രേമങ്ങൾ, അവൾക്കുണ്ടായ രഹസ്യ സംബന്ധങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞാൽ അവിടെ തുടങ്ങും കല്ലുകടി. ഒരിക്കലും അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് നീ ഒരു തെറ്റ് ചെയ്യുകയും ആ തെറ്റ് പിന്നെ ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. ആ തെറ്റ് മറച്ചു വെച്ചത് ഞാനാണെന്ന് നീ മനസ്സിലാക്കുക. ഇനി നീ അത് തുറന്ന് പറയുകയാണെങ്കിൽ നീയാണ് ഏറ്റവും വലിയ കുറ്റവാളിയെന്ന്. ഞാനൊരു തെറ്റ് ചെയ്തു, അതാരും അറിഞ്ഞില്ല. പിന്നെ ഞാൻ ഒരു രസത്തിന് വേണ്ടി എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ തുറന്ന് പറയുക, ഞാനൊരു ഇന്ന തെറ്റ് ചെയ്തു എന്ന് അങ്ങനെ പറയാൻ പാടില്ല. അത് ഏറ്റവും വലിയ കുറ്റമാണ്. അപ്പോൾ അതിന് അല്ലാഹു തആല ഇവിടെ വെച്ചെന്നെ ശിക്ഷ തരും. അതുകൊണ്ട് ആവർത്തിക്കുകയും ചെയ്യരുത്, ചെയ്തതിനെ പറയുകയും ചെയ്യരുത്. നന്മകൾ മാത്രമേ എടുത്തു പറയാൻ പാടുള്ളൂ, തിന്മകൾ എടുത്തു പറയാൻ പാടില്ല. മറ്റൊരാൾ ചെയ്തതാണെങ്കിലും നമ്മൾ ചെയ്തതാണെങ്കിലും എടുത്തു പറയാൻ പാടില്ല. അതിനെ തൊട്ട് ഖേദിച്ച് മടങ്ങുകയാണ് വേണ്ടത്. ഏതായാലും ഈസാ നബി അലൈഹി സ്വലാം രണ്ടാളും കൂടി ഇങ്ങനെ, യഹൂദയും കൂടി ഇങ്ങനെ നിൽക്കണ സമയത്ത് ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, മൂന്നാമത് റൊട്ടി തിന്ന ആൾക്കാണ്. ഉടനെ തന്നെ യഹൂദ പറഞ്ഞു, ആ റൊട്ടി തിന്നത് ഞാൻ തന്നെയാണ് ഈസ, എനിക്ക് തന്നുകൂടെ ഈ 3 കൂട്ടം? 3 കൂട്ടം നീ എന്നെ എടുത്തോ, എനിക്ക് വേണ്ട, എനിക്കൊന്നും വേണ്ട, നീ എടുത്തോ. അങ്ങനെ അത് കെട്ടിപ്പിടിച്ച് അങ്ങനെ കെടുക്കണം. ആ സമയത്ത് ഞാൻ പോവുകയാണ് കേട്ടോ തന്നെ. ഉടനെ തന്നെ ഈസാ നബിയോട് പറഞ്ഞു, ഞാനും പോരുക, നമുക്ക് തിരിച്ചു വരുമ്പോൾ ഈ സ്വർണ്ണക്കൂന എടുക്കാമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ഈസാ നബി അവനെയും കൂട്ടിപ്പോയി. ലക്ഷ്യസ്ഥാനത്ത് തിരിച്ചു പോരുകയാണ് അവർ. അപ്പോഴത്തിന് ഇവിടെ വേറെ 2-3 ആൾക്കാർ വന്നു ഈ സ്ഥലത്ത്. ഇത് കണ്ട് ഈ മൺകൂനകൾ, ഈ സ്വർണ്ണക്കൂനകൾ കണ്ടു. അവരിൽ 2-3 പേരും കൂടി പറഞ്ഞു, ഇത് നമുക്ക് വീതിച്ചെടുക്കാം, നമ്മളിപ്പോൾ കുറേ യാത്ര ചെയ്തൊക്കെ വന്നതല്ലേ, ഒന്ന് വിശ്രമിച്ച ശേഷം നമുക്ക് ഇതായിട്ട് പോവാം എന്ന് പറഞ്ഞു. അതിലൊരാൾ പറഞ്ഞു, നീ കുറച്ച് വെള്ളം എടുത്തു കൊണ്ടുപോവാ, നമുക്ക് 3 പേർക്കൊക്കെ കുടിച്ചിട്ട് ആശ്വാസത്തിൽ ആക്കാം. അങ്ങനെ അവൻ വെള്ളമെടുക്കാൻ പോയപ്പോൾ അവനിങ്ങനെ ചിന്തിച്ചു, ഈ വെള്ളത്തിൽ അല്പം വിഷം കലർത്തി കഴിഞ്ഞാൽ അവർ 2 പേരും ചാവും, മരിക്കും. അപ്പോൾ പിന്നെ എനിക്കെടുക്കാലോ 3 മൺകൂനകളും 3 സ്വർണ്ണക്കൂനകളും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വെള്ളം എടുത്ത് അതിൽ കുറച്ച് വിഷമൊക്കെ കലർത്തി അവൻ വരികയാണ്. എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങൾ 2 പേരും കുടിക്കും എന്ന് പറഞ്ഞു. നീയും കുടിച്ചോ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അവർ 2 പേരും കുടിച്ചു. ഇവൻ പോയ സമയത്ത് അവർ ചിന്തിക്കുന്നത് എന്താ, അവൻ വരുമ്പോൾ അവനെ കൊന്നിട്ട് ഈ 3 മൺകൂനകളും കൂടി നമുക്ക് 2 പേർക്കും കൂടി പങ്കിട്ടെടുക്കാമെന്ന് ഇവർ തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവനെ കൊല്ലാൻ ഇവരും തീരുമാനിച്ചു, ഇവനെ കൊല്ലാൻ അവരും തീരുമാനിച്ചു. അങ്ങനെ അവൻ വെള്ളവുമായി വന്ന് കൊടുത്തു, ഇത് നിങ്ങൾ 2 പേരും കുടിക്കി, എന്നിട്ട് നമുക്ക് യാത്ര തുടങ്ങാം എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവർ ആ വെള്ളം അവിടെ വാങ്ങിച്ചിട്ട് കണ്ട് ഇവനങ്ങോട്ട് കൊന്ന്. എന്നിട്ട് ഇവരെന്ത് ചെയ്ത്, ആശ്വാസത്തിൽ സന്തോഷത്തിൽ പൊട്ടിച്ചിരിച്ച് ഭയങ്കര ആഹ്ലാദത്തിൽ ആ വെള്ളം 2 പേരും കുടിച്ച് 2 പേരും ചത്ത്. ഇപ്പോൾ 3 ശവങ്ങളാണ്. തിരിച്ച് ഈസാ നബിയും പിന്നെ യഹൂദയും കൂടി തിരിച്ചു വരുമ്പോൾ കാണുന്ന രംഗെന്താ, 3 ശവങ്ങൾ അവിടെ ഇങ്ങനെ കിടക്കണേ, 3 ശവങ്ങൾ അവിടെ കിടക്കണേ. ഈസാ നബി യഹൂദയോട് പറഞ്ഞു, ഇതാണ് ദുനിയാവിനെ അത്യാഗ്രഹിച്ചവൻ്റെ ഒരവസ്ഥ. ആര് ദുനിയാവിനെ അത്യാഗ്രഹത്തോടു കൂടി സമീപിച്ചോ അവനെ ദുനിയാവ് കൈകാര്യം ചെയ്യും, ഉപകരിക്കപ്പെടില്ല, അവനക്ക് ഉപകരിക്കൂല. ആരും അത്യാഗ്രഹത്തിൽ ദുനിയാവ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഉപകരിക്കൂല എന്ന് പറഞ്ഞ് 2 പേരും തിരിച്ച് പോകും. അങ്ങനെ യഹൂദ ഈസാ നബിയോട് കൂടെ നടക്കുകയാണ് കേട്ടോ. ഈസാ നബിയോട് യഹൂദ പറഞ്ഞു, എനിക്കത് കണ്ടിട്ട് പോരാൻ തോന്നില്ല, ഞാൻ ആ സ്വർണ്ണമായിട്ട് തിരിച്ചു പോരാമെന്ന് പറഞ്ഞു. ഈസാ നബി പറഞ്ഞു, അനുഭവിച്ചേ തീരുള്ളൂ നിനക്ക് എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നീ അങ്ങനെ തന്നെ തിരിച്ചു പോയിക്കോന്നാണ്. ആ സ്വർണ്ണക്കൂനുകൾ എടുക്കാൻ വേണ്ടി അവൻ വ്യാപൃതനാവുകയാണ്. അതിങ്ങനെ സ്വർണ്ണം എങ്ങനെ ഇപ്പോൾ ഇതൊക്കെ എടുക്കുക എന്നുള്ളതിലൊക്കെ പെട്ടെന്ന് കണ്ടിരുന്നു ഭൂമി ഒരു പിളരണേ. ആ പിളർച്ചയിൽ സ്വർണ്ണക്കൂനിയും പോയി, അവനും പോയി, പോയി. ഒരു ചെറിയ ഭൂകമ്പത്തിൻ്റെ പ്രതീതിയായി ഉണ്ടായി. അവനും മരിച്ചു. അതോടുകൂടി സ്വർണ്ണക്കൂനിയും പോയി, 4 ആൾക്കാരും മരിച്ചു. ഇതാണ് അത്യാഗ്രഹത്തിൻ്റെ അവസ്ഥ. ഈസാ നബി അലൈഹി സ്വലാം പിന്നെ അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി സമൂഹത്തിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുകയാണ്. സമൂഹത്തിൽ വെച്ച് ഇനിയുണ്ടായ ഇതിലും വലിയ ഒരു അത്ഭുതമുണ്ട്. അവിടുത്തെ ആളുകൾ പറഞ്ഞു, അവിടുത്തെ ആളുകളൊരേ
കാര്യം ആവശ്യപ്പെട്ടു. ഈസ, നീ അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ, ഞങ്ങളൊക്കെ പട്ടിണിയിലാണ്, ഞങ്ങളെ പട്ടിണി മാറ്റാൻ നീ ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി സ്വലാം അത് ചെയ്യാമെന്നേറ്റു. അത് ചെയ്യുന്നത് വളരെ അത്ഭുതകരമായൊരു സംഭവമാണ്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് കരാർ ചെയ്ത് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ്.